നമസ്കാരം. സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് മാറിയതോടെ സേനയിലെ അഴിമതിക്കാർക്കും ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കുമെതിരെ നടപടികൾ കർശനമാക്കുന്നു. തെറ്റായ പ്രവണതകൾ വെച്ചുപൊറുപ്പിക്കില്ലെന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ശക്തമായ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സേനയ്ക്കുള്ളിലെ പുഴുക്കുത്തുകളെ കണ്ടെത്താൻ അഴിമതി വിരുദ്ധ വിഭാഗം പ്രത്യേക നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് രാഷ്ട്രീയ സ്വാധീനത്തിന്റെ തണലിൽ മുൻപ് പല അച്ചടക്ക നടപടികളിൽ നിന്നും രക്ഷപ്പെട്ട കുറുപ്പംപടിയിലെ ചുമതലക്കാരൻ രാജേഷ് കുമാർ ഇപ്പോൾ വലയിലായിരിക്കുന്നത്. നിലവിലുണ്ടായിരുന്ന ഒരു ഗുരുതരമായ നിയമലംഘന കേസ് അട്ടിമറിക്കുന്നതിനും പ്രതിയെ സഹായിക്കുന്നതിനുമായി 40,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് രാജേഷ് കുമാറിനെ അഴിമതി വിരുദ്ധ വിഭാഗം തന്ത്രപരമായി പിടികൂടിയത്. പരാതിക്കാരനിൽ നിന്നും പണം കൈപ്പറ്റി ഉടൻ തന്നെ ഒളിച്ചിരുന്ന ഉദ്യോഗസ്ഥർ ഇയാളെ വളയുകയായിരുന്നു. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ ഇയാൾ ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചെങ്കിലും കൃത്യമായ ആസൂത്രണത്തിലൂടെ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് പ്രതി താമസിച്ചിരുന്ന ഔദ്യോഗിക വസതിയിൽ അഴിമതി വിരുദ്ധ വിഭാഗം ഉദ്യോഗസ്ഥർ രാത്രി വൈകി വിപുലമായ മിന്നൽ പരിശോധന നടത്തി. ഏറെ നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് പരിശോധന പൂർത്തിയാക്കിയത്. ഈ പരിശോധനയിൽ ഔദ്യോഗിക വസതിക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ സൂക്ഷിച്ചിരുന്ന കൃത്യമായ രേഖകളില്ലാത്ത മറ്റൊരു 40,000 രൂപ കൂടി ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു. ഈ പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാൻ ഇയാൾക്ക് സാധിച്ചിട്ടില്ല. പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരെ പോലും അത്ഭുതപ്പെടുത്തിയ മറ്റൊരു സുപ്രധാന വിവരവും പുറത്തുവന്നു. കുറുപ്പംപടിയിൽ പ്രഥമ വിവര റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്തിവരുന്ന ഒരു മണ്ണുകടത്ത് കേസിലെ പ്രധാന പ്രതിയെയും ഈ സമയം ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക വസതിക്കുള്ളിൽ കണ്ടെത്തി. കേസിലെ വകുപ്പുകൾ ലഘൂകരിക്കുന്നതിനും കേസ് ഒതുക്കി തീർക്കുന്നതിനുമുള്ള ചർച്ചകളാണ് ഇവിടെ നടന്നിരുന്നതെന്നാണ് പ്രാഥമിക നിഗമനം. തിരുവനന്തപുരം പോത്തൻകോട് ഐരുപാറ സ്വദേശിയായ രാജേഷ് കുമാർ മുൻപും നിരവധി വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. നെടുമങ്ങാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ പ്രമുഖ മേഖലകളിൽ ഇയാൾ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇയാൾ ജോലി ചെയ്ത സ്ഥലങ്ങളിലെല്ലാം സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചും അധികാര ദുർവിനിയോഗത്തെക്കുറിച്ചും രഹസ്യാന്വേഷണ വിഭാഗം മുൻപ് പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നതായാണ് വിവരം. ഇയാളുടെ മുൻകാല പ്രവർത്തന ചരിത്രം പരിശോധിച്ചാൽ ഗുരുതരമായ നിയമലംഘനങ്ങളുടെ നീണ്ട നിര തന്നെ കാണാൻ സാധിക്കും. തിരുവനന്തപുരം നഗരത്തിലെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് സമീപം വെച്ച് ഔദ്യോഗിക കൃത്യനിർവഹണത്തിലായിരുന്ന സഹപ്രവർത്തകനായ ഉദ്യോഗസ്ഥനെ പരസ്യമായി മർദ്ദിച്ച സംഭവമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അന്ന് വാഹനം മാറ്റിയിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിൽ സഹപ്രവർത്തകനെ ആക്രമിച്ച കുറ്റത്തിന് രാജേഷ് കുമാർ ദീർഘനാൾ ജോലിയിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നിരുന്നു. പഴവങ്ങാടി സംഭവ സമയത്ത് ഇയാളോടൊപ്പം വാഹനത്തിലുണ്ടായിരുന്ന വനിതയെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നത്. സൈന്യത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ വിദ്യാലയത്തിലെ അധ്യാപികയായിരുന്നു ഇവർ. ഈ സംഭവത്തോടെ പശ്ചാത്തലം അന്വേഷിച്ച സൈനിക അധികൃതർ ഗുരുതരമായ അച്ചടക്ക ലംഘനവും ധാർമ്മിക ച്യുതിയും മുൻനിർത്തി ആ അധ്യാപിക ഉടൻ തന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു. എന്നാൽ സൈന്യം കർശന നടപടിയെടുത്തപ്പോഴും ഇയാൾ രാഷ്ട്രീയ സ്വാധീനത്തിൽ താൽക്കാലികമായി രക്ഷപ്പെടുകയായിരുന്നു. ഈ അധ്യാപികയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ അവരുടെ ഭർത്താവിനെ പോലും അധികാരം ഉപയോഗിച്ച് ഇയാൾ ക്രൂരമായി ദ്രോഹിച്ചതായും പരാതിയുണ്ട്. നേരത്തെ തിരുവനന്തപുരം നെടുമങ്ങാട് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു സ്ത്രീയോട് ദൃശ്യമാധ്യമത്തിലൂടെ അശ്ലീല പ്രദർശനം നടത്തിയ എന്ന ഗുരുതരമായ പരാതിയും ഇയാൾക്കെതിരെ ഉയർന്നിരുന്നതിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതാണ്. എന്നാൽ അന്നത്തെ ഭരണകക്ഷിയുടെ പ്രാദേശിക നേതാക്കളുടെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥർ ഈ അന്വേഷണം അട്ടിമറിച്ചു. താൽക്കാലികമായി പുറത്താക്കപ്പെട്ടിട്ടും ഇതേ സ്വാധീനം ഉപയോഗിച്ച് നെടുമങ്ങാട് തന്നെ വീണ്ടും നിയമനം നേടാൻ ഇയാൾക്ക് സാധിച്ചിരുന്നു.